പച്ചമാംസം കൊടുക്കുന്നത് നല്ലതാണോ മോശമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം. റോ ഫീഡിങ് മെത്തേഡ് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് കണ്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ആ രാജ്യങ്ങളിലൊക്കെ പ്യുവർ ആയിട്ടുള്ള മീറ്റാണ് കിട്ടുന്നത്. ഒരുപാട് പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു 4-5 മാസത്തോളം ഫ്രീസറിൽ വെച്ചാലും ഒന്നും സംഭവിക്കാത്ത തരത്തിലുള്ള ഫ്രോസൺ മീറ്റുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഡോഗ്സിന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ച മാംസം എന്ന് പറയുന്നത് ഈ കോഴീനെയും പോത്തിനെയും ഒക്കെ ബ്ലഡോട് കൂടി അറുത്തിട്ട് കെട്ടിത്തൂക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് മുഴുവൻ കണ്ടാമിനേറ്റഡ് ആണ്. ഒരുപാട് ബാക്ടീരിയാസ് അതിൽ വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ 3-4 തവണ ക്ലീൻ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. പക്ഷെ അതൊരിക്കലും വൃത്തിയായിട്ട് ഉണ്ടാവില്ല. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ 2-3 ദിവസം ഫ്രീസറിൽ വെച്ചിട്ടുള്ള പച്ചമാംസം മാത്രമേ ഞങ്ങളുടെ പെറ്റിന് കൊടുക്കുന്നുള്ളൂ എന്ന് കമൻറ്റ് ചെയ്യുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങളോട് ആരാ പറഞ്ഞത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയാസ് നശിക്കുമെന്ന്? ഒരിക്കലുമില്ല. ബാക്ടീരിയാസ് മൾട്ടിപ്ലൈ ചെയ്യില്ല. പക്ഷേ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ബാക്ടീരിയാസ് ആക്റ്റീവ് ആയിരിക്കണമെന്നില്ല. പക്ഷേ റൂം ടെമ്പറേച്ചറിലോട്ട് മാറ്റുന്ന സമയത്ത് ഈ സെയിം ബാക്ടീരിയാസ് ആക്റ്റീവ് ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. സോ ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ പച്ചമാംസം ഇവർക്ക് ഒട്ടും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഞാനത് പ്രൊമോട്ട് ചെയ്യില്ല. ലിയോ ലാവിക്ക് ഇന്ന് വരെ നമ്മൾ റോ മീറ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഒരൊറ്റ റീസൺ ആണ്. ഇനിയും എനിക്ക് റീസൺസ് ഉണ്ട് പറയാനായിട്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഇതേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബൈ.